അറിയാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യാൻ, നമ്മൾ നന്നായിട്ട് വെക്കാൻ ഉണ്ടാക്കുകയും ചെയ്യാം. നന്നായി വാചകടിക്കെങ്കിലും പാചകം അങ്ങനെ വലിയ അറിയുന്ന ഒരാളായിരുന്നില്ല കേട്ടോ. എന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ ഞാൻ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഹലോ ഹായ് നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ വയ്യായികയൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. വീണ്ടും ശ്വാസം മുട്ടലോ അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്കിത് ചിക്കൻ പാർട്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ഉള്ളി, പിന്നെ അതുപോലെ നമ്മുടെ പച്ചമുളകും തക്കാളിയും കൂടെ മുറിച്ച് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പെരിഞ്ചീരകം കൂടെ പൊട്ടിച്ച് പിന്നെ നമ്മുടെ തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. തേങ്ങാ കൊത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനോടൊപ്പം തന്നെ ഞാൻ പട്ടയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. വേണം നിങ്ങൾക്ക് ഗ്രാമ്പൂ പട്ട സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. പിന്നെ നമ്മുടെ ഇലകളായിട്ട് മല്ലിച്ചപ്പും കറിവേപ്പിലും പിന്നെ രമ്പ ഇല എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മുടെ പാർട്സ് കഴുകി വെച്ച പാർട്സും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം കുരുമുളക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് അതിൽ നിന്ന് വെള്ളം വരും. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് വെള്ളം ഊറി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കുറച്ച് വേവിച്ച് ഇപ്പോൾ ഏകദേശം അതിലേക്ക് വെള്ളം വന്നിട്ടുണ്ടോ, വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും വെള്ളം വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും പിന്നെ അതുപോലെ ശേഷം തക്കാളിയും കൂടെ ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴേക്കും ഒന്ന് വറ്റി ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. ചിക്കൻ മസാല ഇടുന്നില്ലെങ്കിൽ ഇടണ്ട, പക്ഷേ ഞാൻ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ചില തക്കാളി ഉള്ളിയും വഴറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ എപ്പോഴും ഒരിക്കൽ വെച്ചതുപോലെ ആയിരിക്കില്ല പിന്നെ വെക്കുക, ടേസ്റ്റ് മാറിയാണ് ഞാൻ വെക്കാറ് കേട്ടോ എല്ലാ കറികളും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് സെറ്റാക്കി നോക്കാം. അതിന് ശേഷം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല എല്ലാം കൂടി പൊടിച്ചെടുത്ത് ഗരം മസാല ഉണ്ടായിരുന്നു, അതൊന്ന് സ്മെല്ലിന് വേണ്ടി ജസ്റ്റ് ഒന്ന് വെതറിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല വാഴകളിലേക്ക് പൊതിഞ്ഞിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പാർട്സ് ഫ്രൈ. അപ്പോൾ എനിക്കത് ഈ പാർട്സ് ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ചപ്പാത്തി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും പാർട്സ് ഫ്രൈയാണ് ഉണ്ടാക്കിയത്. കാണാൻ തന്നെ കൊതിയാവുന്നില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല മണം ഉണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പാർട്സ് ഫ്രൈ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും വ്യത്യസ്തമായിട്ടായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതേപോലെയൊക്കെ ചെയ്യുന്നവരും ഉണ്ടാവും, ഇതിനേക്കാളും ബെസ്റ്റായിട്ട് ചെയ്യുന്നവരും ഉണ്ടാവും. ഞാൻ വലിയ പാചകക്കാരിയൊന്നുമല്ല, ചെറുതായിട്ട് പഠിക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു റെസിപ്പി നിങ്ങൾക്ക് അറിയിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടി നമ്മൾ തിന്നും, നല്ല ടേസ്റ്റ് ഉണ്ടാകും, പൊറോട്ടക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, സൈനിങ് ഓഫ് ഷിൽജ വിശ്വനാഥൻ.